ഹലോ ഹായ് നമസ്കാരം. സോണി ലിവിൽ റിലീസായിരിക്കുന്ന ഏറ്റവും പുതിയ തമിഴ് വെബ് സീരീസാണ് കുറ്റം പുരിന്തവൻ ദി ഗിൽറ്റി വൺ. ഇതിൻ്റെ ഹിന്ദിയും മലയാളമൊക്കെ അവൈലബിൾ ആണ്. ഞാൻ തമിഴിൽ തന്നെയാണ് അത് കണ്ടിട്ടുള്ളത്. സെൽവമണി മുനിയപ്പൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള വെബ് സീരീസാണ്. പശുപതി, വിധാർത്ത്, ലിസി ആന്റണി, ലക്ഷ്മിപ്രിയ ചന്ദ്രമൗലി ആൻഡ് അജിത് കോശി തുടങ്ങിയൊരു വലിയ താരനിര തന്നെ ഈ വെബ് സീരീസിലുണ്ട്. ഈ വെബ് സീരീസ് കാണുന്നതിന് മുമ്പ് ഒരു കാരണവശാലും നിങ്ങൾ ഇതിൻ്റെ ട്രെയിലർ കാണരുത്. കാരണം ട്രെയിലർ കണ്ടിട്ട് ഈ വെബ് സീരീസ് കണ്ട ആദ്യത്തെ കുറേ എപ്പിസോഡുകളിൽ ഒന്നും ഫീൽ ചെയ്യില്ല. കാരണം ഞാനിതിൻ്റെ ട്രെയിലർ കണ്ടിട്ടുണ്ടായിരുന്നു. ട്രെയിലർ കണ്ടിട്ട് വെബ് സീരീസ് കാണാൻ തുടങ്ങിയപ്പോൾ ആദ്യത്തെ 2-3 എപ്പിസോഡ്സിൽ എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളത് ട്രെയിലറിൽ കാണിച്ചിട്ടുണ്ട്. ആ കട്ട്സ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. സോ ഇങ്ങനെ ഒരു ത്രില്ലർ വെബ് സീരീസിൻ്റെ സിനിമയുടെ ഒക്കെ ട്രെയിലർ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇത് നമ്മുടെ മനസ്സിൽ കിടക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വെബ് സീരീസ് കണ്ടു തുടങ്ങുമ്പോൾ 1-ാമത്തെ എപ്പിസോഡിൽ ലാസ്റ്റോ 2-ാമത്തെ എപ്പിസോഡിലൊക്കെ വരുന്ന പല വിഷ്വൽസും ട്രെയിലറിൽ കിടക്കുക. അപ്പോൾ എനിക്കറിയാം ഇവർ ആദ്യം പറയുന്നത് ഇതല്ല, ശരിക്കും ഇത് ഇങ്ങനെയാണ് വരുന്നത്, ഇതാണ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ കുറച്ച് സമയമെടുത്ത് എന്തോ ടെൻഷനൊക്കെ ബിൽഡ് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോഴും എനിക്കൊന്നും തോന്നുന്നില്ലായിരുന്നു. പക്ഷേ ടുവേർഡ്സ് ദ എൻഡ് വരുമ്പോൾ ആ ത്രിൽ എലമെൻറ്റ് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇമോഷണൽ കണക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ രഹസ്യങ്ങളൊക്കെ ചുരുളഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ലാത്ത എന്ന് പറയാവുന്നൊരു ഓക്കെ ഫീലാണ് എനിക്ക് കിട്ടിയത്. എന്താ പറയുക, മലയാളത്തിലെ വളരെ വലിയ ഹിറ്റായി മാറിയിട്ടുള്ള ഒരു സിനിമയുടെ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ വരുന്നുണ്ട്. അത് സ്പോയിലർ ആയേക്കാം എന്നുള്ളതുകൊണ്ട് പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ അടുത്തായിട്ട് കണ്ടിട്ടുള്ള വെബ് സീരീസുകൾ, ഞാൻ ഒരുപാട് വെബ് സീരീസുകൾ അങ്ങനെ കാണാറില്ല, ഓൾറെഡി അത് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഒരു വെബ് സീരീസ് കണ്ടു തീർക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് 2 സിനിമ, ചില വെബ് സീരീസൊക്കെ കാണുന്ന സമയത്ത് എത്രയോ സിനിമകളൊക്കെ കണ്ടു തീർക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഇത്രയും ഒരു ഫീലും കണക്റ്റൊക്കെ കിട്ടുന്നൊരു കാര്യമല്ലേ. വെബ് സീരീസ് ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഗംഭീരമെന്ന് കേൾക്കുന്ന തോന്നുന്ന, ചിലപ്പോൾ ട്രെയിലർ കണ്ടിട്ട് കാണാൻ തോന്നുന്നതൊക്കെ ഞാൻ കുത്തിയിരുന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടുള്ള പല വെബ് സീരീസുകളിലും അനുഭവപ്പെട്ടിട്ടുള്ളൊരു പ്രശ്നം, ഒരു 1.5 മണിക്കൂറോ 2 മണിക്കൂറോ കൊണ്ട് അത്രയും സമയം കൊണ്ട് പറഞ്ഞു തീർക്കാവുന്ന ഒരു കഥയേ ഉള്ളൂ. ഒരു സിനിമയായിട്ടോ ഒരു ഷോർട്ട് മൂവി ആയിട്ടോ ഒക്കെ ചെയ്ത് തീർക്കാവുന്ന പരിപാടികളേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതൊരു വെബ് സീരീസ് ആക്കാൻ വേണ്ടി വെബ് സീരീസ് ആക്കിയിട്ട് ചിലപ്പോൾ ഈ പ്ലാറ്റ്ഫോമുകളായിട്ടുണ്ടാക്കുന്ന കരാറിൻ്റെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ ബന്ധങ്ങളുടെയൊക്കെ പേരിലൊക്കെ സംഭവിച്ചു പോകുന്നതായിരിക്കാം. പക്ഷേ ഒരു കഥ തുടങ്ങി കുറച്ച് സമയത്തിനുള്ളിൽ ആ ട്വിസ്റ്റ് അനാവരണം ചെയ്യുന്നതോടുകൂടി പരിപാടി കഴിഞ്ഞു എന്ന് പറയുന്ന പോലത്തെ പല കാര്യങ്ങളും ഇട്ട് വലിപ്പിച്ച്, അതും ഓരോ എപ്പിസോഡ് കഴിയുമ്പോൾ അടുത്ത എപ്പിസോഡിലേക്ക് ടീസ് ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒരു ടീസ് എലമെൻറ്റ് കൊടുത്ത് വെറുതെ വലിച്ച് നീട്ടിക്കൊണ്ട് പോവാണ്. ഇപ്പോൾ ശബരീഷ് വർമ്മയൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു വെബ് സീരീസ് ZEE5 റിലീസായിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. എനിക്കത് ഭയങ്കര ലാഗ് അടിച്ച് പോകുന്നൊരു പോയിൻ്റ് എന്ന് പറയുന്നത്, ഇതിലും മുമ്പേ കൺക്ലൂഡ് ചെയ്യാമായിരുന്നു. വെറുതെ കുറച്ച് സാധനങ്ങളും കൂടി എക്സ്ട്രാ ഇട്ട് ഡയലോഗുകളിട്ട് ഇല്ലാത്ത സസ്പെൻസും ടെൻഷനും ഒക്കെ ഉണ്ട് എന്ന് നമ്മളെ ഫീൽ ചെയ്യിപ്പിച്ചുകൊണ്ട് അങ്ങനെ പോകാമെന്നുള്ളതാണ്. ഈ വെബ് സീരീസിലും എനിക്ക് അതേ പ്രശ്നം അനുഭവപ്പെട്ടു. 4 മണിക്കൂറിന് മുകളിൽ ദൈർഘ്യമുള്ള അല്ലെങ്കിൽ അത്രയും സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കാണാൻ മാത്രമുള്ള ഒരു അനുഭവം എനിക്ക് ഈ വെബ് സീരീസിൽ നിന്ന് കിട്ടിയിട്ടില്ല. പക്ഷേ ഇതൊരു 1.5 മണിക്കൂർ 2 മണിക്കൂർ സിനിമയാക്കുകയാണെങ്കിൽ പൊളിയായനെ. പോസിറ്റീവ്സ് പറയാനാണെങ്കിൽ ഇതിലെ അഭിനേതാക്കൾ, പെർഫോമേഴ്സ് എന്ന് പറയുന്നത് വളരെ വലിയൊരു പോസിറ്റീവ് തന്നെയാണ്. ഇതിനകത്ത് 2 കൊച്ചു കുട്ടികളുണ്ട്. പശുപതി ആണ് ഇതിലെ പ്രധാന കഥാപാത്രത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അയാളുടെ കൊച്ചുമോനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ ക്രൈം മറച്ചു വെക്കുകയാണ്. പക്ഷേ അയാൾക്ക് കുറ്റബോധം ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ. പശുപതി എന്ന് പറയുന്ന ആ ബ്രില്യൻ്റ് ആക്ടറിൻ്റെ കയ്യിൽ ഈ വേഷം എന്ന് പറയുന്നത്, പുള്ളിക്കിത് ധാരാവിയിൽ ഒരു ചേരി ഒറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിക്കുന്ന പോലെ വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയാണ്. പുള്ളി അത് ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ടുവേർഡ്സ് ദ എൻഡൊക്കെ വരുമ്പോൾ അയാളുടെ ഈ പറയുന്ന ഈ കുറ്റം പുരിന്തവൻ എന്ന് പറയുന്ന ആ ഒരു മീനിങ് ക്യാരക്ടറിലേക്ക് വരുന്ന സമയത്ത് പുള്ളി അത് ഗംഭീരമായിട്ട് ക്യാരി ചെയ്തിട്ടുണ്ട്. വിധാർത്ത് പോലീസുകാരൻ ക്യാരക്ടറാണ്. ഇവർ ക്യാരക്ടേഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതൊക്കെ ഭയങ്കര രസമാണ്. ഇയാളൊരു പോലീസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയാണ്. അതൊരു പണിഷ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കിട്ടുകയാണ്. പക്ഷേ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഐഡിയ പുള്ളിയുടെ ഉള്ളിലുണ്ട്. പുള്ളിക്ക് അങ്ങനത്തെ സിനിമകളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഫ്രീ ടൈമിൽ അങ്ങനെയുള്ള സിനിമയും വെബ് സീരീസും ഒക്കെ കാണുന്ന ഈ പുള്ളിനെ കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ആ ക്യാരക്ടറിനെ പുള്ളി അടിപൊളിയായിട്ട് ചെയ്തു. ലിസി ആന്റണി, അവരുടെ സീനിയോറിറ്റി, അവർ എത്രയോ സിനിമകളിൽ നമ്മളിങ്ങനെ സിമിലാരിറ്റീസ് ഉള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നു. ഇവിടെയും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, അത് അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ലക്ഷ്മിപ്രിയ ചന്ദ്രമൗലി ഒരു കിഡിലോസ്കി ആർട്ടിസ്റ്റാണ്. അവരുടെ ഒരു ഷോർട്ട് ഫിലിം കണ്ട് ഞാൻ അവരുടെ ഫാനായി പോയതാണ്. ഈ വെബ് സീരീസിലേക്ക് വരുമ്പോഴും അവർക്ക് അതിഭീകരമായ എന്തെങ്കിലും ഒന്ന് ചെയ്യാനുണ്ട് എന്നെനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഉള്ളത് വളരെ വൃത്തിക്ക് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആർട്ടിസ്റ്റാണ്. അത് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. മ്യൂസിക് ഇറ്റ്സ് ഗുഡ് എന്നാണ്, ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എടുത്തു പറയത്തക്ക എന്ന് പറയാവുന്ന അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഈ അടുത്ത
കുറച്ച് ദിവസങ്ങൾക്കിടെ കണ്ട ചില സിനിമകളുമായിട്ട് കമ്പയർ ചെയ്യാൻ നോക്കുമ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ട് വെറുപ്പിക്കുക എന്ന് പറയില്ലേ, ആ അവസ്ഥയിലേക്ക്, അതായത് എൻ്റെ കയ്യിൽ ഇത്രയും പരിപാടികളുണ്ട്, അല്ലെങ്കിൽ വെബ് സീരീസ് ഉദ്ദേശിച്ച പോലെ പോയില്ല അതുകൊണ്ട് മ്യൂസിക് ഇട്ട് നിറയ്ക്കാം എന്ന് പറയുന്ന പോലത്തെ പരിപാടികളൊന്നുമില്ല. സൈലൻസ് ഉണ്ട്, മ്യൂസിക് ഒന്നുമില്ലാതെ ഡയലോഗ്സ്, ഇമോഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അങ്ങനത്തെ സ്പേസസ് ഒക്കെ കൊടുത്തുകൊണ്ട് ഇതിനെന്താണോ ആവശ്യം അത് ഡെലിവർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടോട്ടൽ സൗണ്ടിങ്, ഞാൻ ഹെഡ്ഫോൺ ഇല്ലാതെയാണ് കണ്ടത്. ഞാൻ മാക്ബുക്ക് പ്രോയിലാണ് വെബ് സീരീസ് കാണുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പീക്കേഴ്സാണ്. എനിക്കിത് മതിയായിരുന്നു. നമ്മൾ ഈ OTT വരുന്ന വെബ് സീരീസ് കാണുമ്പോൾ ഫോണിലോ ടി വിയിലോ ലാപ്ടോപ്പിലോ ഒക്കെ ആയിരിക്കുമല്ലോ കാണാം. അങ്ങനെ കാണുമ്പോൾ നല്ല സൗണ്ടിങ് ആയിട്ടാണ് അനുഭവപ്പെട്ടത്. മൂന്നാമത്തെ പോസിറ്റീവ് ഇതിൻ്റെ വിഷ്വൽ സൈഡാണ്. ഇങ്ങനൊരു കഥയ്ക്ക് ആവശ്യമായ രീതിയിൽ തന്നെയാണ് അതിൻ്റെ വിഷ്വൽ പരിപാടികളൊക്കെ പോകുന്നത്. ഈ കഥ നടക്കുന്ന ആ ഒരു ബിൽഡിംഗ് സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ, അത് പണ്ട് ഞാനൊക്കെ ഒരു 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് കണ്ണൂർ ഞങ്ങൾ ഇങ്ങനത്തെ വീടുകളിൽ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനോട് എനിക്ക് കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ആ വീട്, അതിൻ്റെ ഒരു സെറ്റപ്പ്, അതൊക്കെയും ഈ വെബ് സീരീസിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ഇങ്ങനൊരു കുഞ്ഞു സ്പേസിൽ നിൽക്കുമ്പോഴും നമ്മളെ ബോറടിപ്പിക്കാതെ മുന്നോട്ട് പോകണമല്ലോ. ആ പറയുന്ന എലമെൻറ്റ്സ് ഒക്കെ വർക്ക് ആവുന്നുണ്ട്. പിന്നത്തെ ഒരു വലിയ പോസിറ്റീവ് ഇമോഷണൽ കണക്റ്റ് ആണ്. അതിൽ പശുപതിനെ തന്നെയാണ് പറയേണ്ടത്. തുടക്കത്തിൽ ആ ക്യാരക്ടർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ, അയാൾ വന്ന് പെട്ടിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. കാരണം ഇയാളാണ് എല്ലാം സമാളിക്കറെന്ന് പറയുന്ന പോലെ എല്ലാം പുള്ളിയാണ് മാനേജ് ചെയ്യേണ്ടി വരുന്നത്. അതിൻ്റെ ഒരു സ്ട്രെസ്സ് പുള്ളിയിലുണ്ട്. എന്നാൽ ആ ക്യാരക്ടർ അങ്ങനെ ചെയ്യുന്നതിന് അയാളുടേതായിട്ടുള്ളൊരു ന്യായീകരണമുണ്ട്. പിന്നീട് അതിന് മാറ്റം സംഭവിക്കുന്നതും ഒക്കെ വരുന്നുണ്ട്. അയാളുമായിട്ട്, ആ ക്യാരക്ടറുമായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അയാളുടെ ന്യായങ്ങളോട് നമുക്ക് കൂടുതൽ ചേർന്ന് നിൽക്കാൻ തോന്നുന്നുണ്ട്. എന്നാൽ മറ്റ് കഥാപാത്രങ്ങളുടെ പെയിനും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒരു പെർട്ടിക്കുലർ സീനിനെ, അല്ലെങ്കിൽ 1-2 കുഞ്ഞു കുഞ്ഞു ഷോട്ടുകളാണ്. ആ ഷോട്ടുകളെ ആദ്യം നമ്മൾ ഒരു കണ്ണിലൂടെ കാണിച്ചിട്ട് പിന്നീട് അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് സൈഡ് കാണിച്ചു തരുന്നുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഈ പറയുന്നൊരു ഇമോഷണലി കണക്റ്റ് ആവുന്ന കുറച്ച് എലമെൻറ്റുകളുണ്ട്. അത് നിങ്ങൾ വെബ് സീരീസ് കാണുമ്പോൾ മനസ്സിലാക്കിയാൽ മതി. ഞാനത് സ്പോയിലർ ആവണ്ടെന്ന് വെച്ചിട്ടാണ് പറയാത്തത്. പിന്നെ ഒരു സസ്പെൻസ് ഫാക്ടർ തരക്കേടില്ലാന്നേ എനിക്ക് പറയാനുള്ളൂ. ഭയങ്കര ട്വിസ്റ്റിംഗ് ആയിട്ട് ഇത് ഒരു സമയം കഴിഞ്ഞപ്പോഴേക്കും ഇതൊന്ന് പെട്ടെന്ന് നടന്നിരുന്നെങ്കിൽ, എന്ന് വെച്ചാൽ ബോറടിച്ച് ഇതൊന്ന് തീർന്നു കിട്ടണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇത് കുറച്ചും കൂടി പെട്ടെന്നാക്കും. നമ്മൾ അതിലേക്ക് എത്തിയല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങളൊരു എപ്പിസോഡും കൂടിയിട്ട് അരമണിക്കൂറും കൂടിയിട്ട് ഇത് വലിപ്പിക്കുന്നത് എന്ന് ചോദിക്കാൻ തോന്നിപ്പോകുന്ന പോലത്തെ ഒരു എലമെൻ്റ് ഉണ്ടായിരുന്നെങ്കിലും ആ സസ്പെൻസ് ഫാക്ടർ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ വെബ് സീരീസിന് പറ്റുന്നുണ്ട്. നെഗറ്റീവ്സ് പറയാനാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ലോജിക്കൽ ഇഷ്യൂസ്, പ്രത്യേകിച്ച് അവസാന എപ്പിസോഡിലേക്ക് വരുമ്പോൾ, ലാസ്റ്റ് ട്വിസ്റ്റിലേക്കൊക്കെ വരുമ്പോൾ ലോജിക്കലി എനിക്ക് ഒരു തരത്തിലും അത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതങ്ങനെ സംഭവിക്കാൻ യാതൊരു സാധ്യതയും ഇല്ല എന്ന് പറയുന്നത് പോലെ ലോജിക്കൽ ഇഷ്യൂസ് അനുഭവപ്പെട്ടിട്ടുണ്ട്. 2 ദൈർഘ്യം തന്നെയാണ്. ഒരു 1.25 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ 15 മിനിറ്റിനുള്ളിലൊക്കെ നിർത്തുന്ന, വളരെ ക്രിസ്പായി വളരെ ഗംഭീരമായിട്ട് ചെയ്തു വെക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു ഇത്. ഇതിനകത്തെ ചില എലമെൻറ്റുകളൊക്കെ ഒരു സിനിമ എന്നുള്ള രീതിയിൽ വരുമ്പോൾ ഗംഭീരമായിട്ട് വന്നേനെ. പക്ഷേ ഇത് എപ്പിസോഡ്സ് ഇങ്ങനെ കടന്ന് ഓരോന്നിലൂടെയൊക്കെ പോയി, നേരത്തെ പറഞ്ഞ പോലെ ഈ എപ്പിസോഡ്സിൻ്റെ ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു വെബ് സീരീസ് ആക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ട് പോകുന്ന കുറേ സാധനങ്ങൾ, അതൊക്കെ ഒന്ന് ട്രിം ചെയ്ത് കുറച്ചും കൂടി ആ ഇമോഷണൽ കണക്റ്റിനെയും ആ സസ്പെൻസ് ഫാക്ടറിനെയൊക്കെ ഒന്ന് ക്രിസ്പാക്കി പിടിച്ചിരുന്നെങ്കിൽ സാധനം വേറെ ലെവലായതിനെന്ന് തോന്നി. അതിന് പക്ഷേ ഇത് സിനിമ ആവണമായിരുന്നു, ഇതിപ്പോൾ വെബ് സീരീസ് ആണല്ലോ. അപ്പോൾ ആ സമയദൈർഘ്യം എനിക്കൊരു നെഗറ്റീവായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടത്. ആകെ മൊത്തത്തിൽ കുറച്ചും കൂടി ക്രിസ്പായിരുന്നെങ്കിൽ എന്ന് വളരെയധികം ആഗ്രഹം തോന്നിയ, തരക്കേടില്ലാത്തൊരു ഓക്കെ വാച്ച്. നിങ്ങൾക്ക് സോണി ലിവിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു വെബ് സീരീസ് ആയിട്ടാണ് എനിക്ക് കുറ്റം പൊരുന്തവൻ ഫീൽ ചെയ്തത്. പക്ഷേ ഞാൻ ഈ പറയുന്നത് എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾ ഈ വെബ് സീരീസ് കണ്ടിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് വെബ് സീരീസ് കാണാൻ സമയം മെനക്കെടുത്തണോ വേണ്ടിയോ ഒന്ന് തീരുമാനമെടുക്കാൻ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. സോ അവർക്ക് നിങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങൾ സഹായകമായേക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും ഒക്കെ പരിഗണിക്കുക.